Hello, good morning, girls. Today I am dealing with the topic subject business regulations, and the first module is Indian Contract Act. What are the general principles of Indian Contract Act? Okay. So first let's see what is Indian Contract Act. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾ ദ ലോസ് റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യ ആർ കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട്. And this act was came into force on 1st September 1872. ബട്ട് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ലോ ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് മെർക്കൻറ്റൈൽ ഓർ ബിസിനസ് ലോ. ആൻഡ് ദ ലോ ഓഫ് കോൺട്രാക്ട് ഇറ്റ് ഹെൽപ്സ് ഓർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി ടു ദ ബിസിനസ് പീപ്പിൾ ബട്ട് ഓൾസോ ടു ഓൾ ഇൻഡിവിജ്വൽസ്. അപ്പോൾ വാട്ട് ഈസ് ലോ ഓഫ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ലോ which deals with agreement or promises, then their enforceability, then remedies available for breach of contract, etc. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. എഗ്രിമെൻറ്റ്സ് ഓർ പ്രോമിസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെയാണ് ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രോമിസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ദിയർ എൻഫോഴ്സിബിലിറ്റി, എങ്ങനെ അത് എൻഫോഴ്സ് ചെയ്യാം ഇൻ എ കോർട്ട് ഓഫ് ലോ. Then what are the remedies available for breach of contract when there is a breach in the contract. breach എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി എന്തെങ്കിലും വീഴ്ച വരുത്തി വിചാരിച്ചു, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ റെമഡീസ് അവൈലബിൾ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇതെല്ലാം ആണ് ഏതിൽ പറയുന്നത്, ഈ ലോ ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ലോ ഓഫ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ അന്നേരം ഇത് എഴുതിയാൽ മതി. എന്താണ്, ഇറ്റ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ലോ വിച്ച് ഡീൽസ് വിത്ത് എഗ്രിമെൻറ്റ്സ് ഓർ പ്രോമിസസ്, their enforceability, remedies available for breach of contract, etc. So next we can see what are the objects of the Contract Act. Okay, then the main object of Contract Act is to ensure that the rights and obligations arising out of a contract are honored. അതായത് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പാർട്ടീസിന് എന്തുണ്ടാവും, അവരുടേതായ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ഉണ്ടാവും, അതൊക്കെ മാനിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ദാറ്റ് ലീഗൽ റെമഡീസ് ആർ മെയ്ഡ് അവൈലബിൾ ടു ആൻ അഗ്രീഡ് പാർട്ടി എഗെയിൻസ്റ്റ് ദ പാർട്ടി നോട്ട് ഹോണറിങ് ഹിസ് പാർട്ട് ഓഫ് എഗ്രിമെൻറ്റ്. ഇനി ഒരു പാർട്ടി എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേ പാർട്ടി, അഗ്രീഡ് പാർട്ടി ഉണ്ടാവുമല്ലോ, ഒരു പരാതിക്കാരനുണ്ടാവും, ആ പരാതിക്കാരന് നിയമപരമായ സഹായം കിട്ടുന്നെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലീഗൽ റെമഡീസ് ആർ അവൈലബിൾ. ക്ലിയർ ആണോ? അപ്പോൾ മെയിൻ ഒബ്ജക്റ്റ് പറയുന്നത് എന്തൊക്കെയാണ്, ടു എൻഷുർ ദാറ്റ് ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് അറൈസിങ് ഔട്ട് ഓഫ് ദി കോൺട്രാക്റ്റ് ആർ honored and that legal remedies are made available to an agreed party against the party not honoring his part of agreement. Okay, ഇനി നമുക്ക് നോക്കാം രണ്ട് ഭാഗങ്ങൾ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഹാസ് ടു പാർട്സ്. ദ ഫസ്റ്റ് പാർട്ട് സെക്ഷൻ 1 to 75. ഈ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീൽസ് വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്, ആൻഡ് സെക്കൻഡ് പാർട്ട് സെക്ഷൻ 124 to 238 ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ഞാൻ പറഞ്ഞു ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് പഠിക്കും. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ നമുക്ക് 5 മോഡ്യൂൾസ് ഉള്ളത്. ഓരോ മോഡ്യൂളിലായിട്ട് നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്ട്സ് പഠിക്കും. ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ വരുന്നതാണ് ഏതൊക്കെ, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. അത് ഞാനിപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഓരോ ചാപ്റ്റർ എത്തുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട്